നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യാമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സരസ്വതി യാമം, യാമപൂജ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് യാമങ്ങൾ? എത്ര യാമങ്ങളാണുള്ളത്? ഒരു യാമത്തിൻ്റെ ദൈർഘ്യം എത്രയാണ് എന്നൊക്കെ നോക്കാം. ഒരു ദിവസത്തെ 8 യാമങ്ങളായി തിരിച്ചിരിക്കുന്നു. 7.5 നാഴിക സമയമാണ് ഒരു യാമം, അതായത് 3 മണിക്കൂർ നേരം. 3 മണിക്കൂർ ദൈർഘ്യമുള്ള 8 യാമങ്ങൾ ചേർന്നതാണ് ഒരു ദിവസം. 8 യാമങ്ങൾ അഷ്ടലക്ഷ്മിമാരുടെ ആവാസ സമയമായാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ യാമം പുലർച്ചെ 3 മണിയോടുകൂടി ആരംഭിക്കുന്നു. കാലദേശങ്ങൾക്കനുസരിച്ച് ഉദയസമയം മാറുന്നതിനനുസരിച്ച് യാമം ആരംഭിക്കുന്ന സമയത്തിന് മാറ്റമുണ്ടാകുന്നു. ആദ്യത്തെ യാമം വിദ്യാലക്ഷ്മി യാമം എന്നറിയപ്പെടുന്നു. വിദ്യാലക്ഷ്മി യാമം രാവിലെ 3 AM മുതൽ 6 AM വരെയാണ്. അടുത്ത യാമം ധനലക്ഷ്മി യാമമാണ്, രാവിലെ 6 AM മുതൽ 9 AM വരെ. ആദിലക്ഷ്മി യാമം 9 AM മുതൽ 12 PM വരെ. ധാന്യലക്ഷ്മി യാമം 12 PM മുതൽ 3 PM വരെ. ഗജലക്ഷ്മി യാമം 3 PM മുതൽ 6 PM വരെ. സന്താനലക്ഷ്മി യാമം 6 PM മുതൽ 9 PM വരെ. വീരലക്ഷ്മി യാമം 9 PM മുതൽ 12 AM വരെ. വിജയലക്ഷ്മി യാമം 12 AM മുതൽ 3 AM വരെ. രാത്രിയിലെ 4 യാമങ്ങൾ ദേവിയുടെ 4 പേരുകളിലും അറിയപ്പെടുന്നു. അവ: പാർവതി യാമം 6 PM മുതൽ 9 PM വരെ. ദുർഗായാമം 9 PM മുതൽ 12 AM വരെ. ഭദ്രകാളി യാമം 12 AM മുതൽ 3 AM വരെ. സരസ്വതി യാമം 3 AM മുതൽ 6 AM വരെ. സരസ്വതി യാമമാണ് ബ്രാഹ്മ മുഹൂർത്തം എന്നറിയപ്പെടുന്നത്. സൂര്യോദയത്തിന് 3 മണിക്കൂർ മുൻപാണ് ബ്രാഹ്മ മുഹൂർത്തം ആരംഭിക്കുന്നത്. സൂര്യോദയത്തിന് 48 മിനിറ്റ് മുൻപ് വരെ ബ്രാഹ്മ മുഹൂർത്തം ഉണ്ട്. ഈ സമയത്ത് ബ്രഹ്മാവും ധർമ്മപത്നിയായ സരസ്വതി ദേവിയും ഉണർന്നിരിക്കുന്ന സമയമാണ്. അതിനാൽ ഈ സമയത്ത് ഉണരുന്നത് ഐശ്വര്യകരമാണ്. മാത്രമല്ല, ഈ സമയത്ത് ഉണർന്ന് പഠിക്കുന്നത് കാര്യങ്ങൾ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ സഹായകമാണ്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരണം. ഭദ്രകാളി യാമത്തിനു മുമ്പ് ഉറങ്ങണം എന്നാണ് വിധി. രാത്രി 12 മണിക്ക് ശേഷമുള്ള ഭദ്രകാളി യാമത്തിൽ തന്ത്ര ഉപാസകർക്ക് മാത്രം ഉണർന്നിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.